അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവനാണ്. നിങ്ങളിത് കേട്ട് കാണും. പലരും കരുതുന്നത് ഇത് ബൈബിളിലെ ഒരു വാക്യമാണെന്നാണ്. ബൈബിളിൽ ഇങ്ങനെ ദൈവം അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവനാണ് എന്നൊരു വാക്യമില്ല. അതന്വേഷിച്ച് സമയം കളയണ്ട. ദൈവം സ്നേഹവാനാണെന്നും ദൈവത്തിൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നും ഒക്കെ ബൈബിളിലുണ്ട്. ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്നും ബൈബിളിലുണ്ട്. ദൈവം കരുണയുള്ളവനായതുകൊണ്ട് എന്തപേക്ഷിച്ചാലും കിട്ടും എന്ന ഒരു ധാരണ പലർക്കുമുണ്ട്. അതിൽ നിന്നാണ് അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവൻ എന്ന പേരുണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഓരോരുത്തരും പല കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചിട്ടില്ലേ? അതെല്ലാം ഉപേക്ഷിക്കാതെ ദൈവം സാധിപ്പിച്ചു തന്നോ? ഇല്ല എന്നാണ് നമ്മുടെ എല്ലാം ഉത്തരം. എങ്കിൽ പിന്നെ ദൈവം അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കാത്തവനാണ് എന്ന് പറയുന്നതിൽ വല്ല കഴമ്പുമുണ്ടോ? ദൈവം കരുണ കാണിക്കും. ദൈവം പലരോടും കരുണ കാണിച്ചിട്ടുമുണ്ട്. ഒരു കരുണയ്ക്കും യോഗ്യതയില്ലാത്തവർ എന്ന് നമുക്ക് തോന്നുന്നവരോട് പോലും ദൈവം കരുണ കാണിച്ചിട്ടുണ്ട്. അത്തരം ഒരാളാണ് അപ്പോസ്തലനായ പൗലോസ്. നല്ല സാക്ഷ്യവും ദൈവവചനത്തിൽ പരിജ്ഞാനവും ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു സ്തേഫാനോസ്. അയാളുടെ പ്രസംഗത്തിനും വാദങ്ങൾക്കും മറുപടി പറയാൻ അറിയില്ലായിരുന്നതുകൊണ്ട് മാത്രം ഒരു ദയയുമില്ലാതെ ആ ചെറുപ്പക്കാരനെ കല്ലെറിഞ്ഞു കൊന്നു. ആ നീചകൃത്യത്തിന് നേതൃത്വം നൽകിയത് പൗലോസായിരുന്നു. ഇതുകൂടാതെ ക്രിസ്തു വിശ്വാസികളായവരെ വീടുകളിൽ നിന്ന് വലിച്ചഴിച്ച് തല്ലുകയും കൊല്ലുകയുമായിരുന്നു അയാളുടെ പ്രധാന ജോലി. സ്ത്രീകളെയും കുട്ടികളെയും പോലും അയാൾ വെറുതെ വിട്ടിരുന്നില്ല. അത്തരം ഒരാൾ കരുണ അർഹിക്കുന്നില്ല എന്ന് നമ്മൾ എല്ലാവരും സമ്മതിക്കും. പക്ഷേ അത്തരക്കാരനായ പൗലോസിനോട് ദൈവം കരുണ കാണിച്ചു. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, പൗലോസ് തന്നെയാണ്. ശ്രദ്ധിക്കുക, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതായകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിൻ്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. പൗലോസിനോട് കരുണ കാണിച്ചതിന് 2 കാരണങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നസറായനെ യേശു മെസ്സിഹയാണെന്ന് അറിയാതെ ചെയ്തു പോയതാണ്. 2, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരോട് ദൈവം അവരുടെ അനവധിയായ പാപങ്ങൾ ക്ഷമിക്കും എന്നതിൻ്റെ തെളിവായിട്ടാണ് പൗലോസിനോട് കരുണ കാണിച്ചത്. യേശു ആരെന്ന് മനസ്സിലാക്കിയ ശേഷം ജീവിതത്തിലും യേശുവിനോടുള്ള മനോഭാവത്തിലും മാറ്റമില്ലാത്തവർക്ക് കരുണ ലഭിക്കാൻ സാധ്യതയില്ല. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022257 എന്ന നമ്പർ ഉപയോഗിക്കുക.